ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ കിച്ചണിൽ തന്നെ കിച്ചണിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം, വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റ് കൊടുക്കുന്ന ഹൈറ്റ് എങ്ങനെയാണ്, അതിൻ്റെ വയർ വലിക്കുന്നത്, എത്ര ഗേജിൻ്റെ അതായത് എത്ര സ്ക്വയർ വയർ വലിക്കുന്നത്, ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ കിച്ചണിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏരിയ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ കിച്ചണിനോട് അറ്റാച്ച് ചെയ്ത് അതിനോട് മുകളിലായിട്ട് നമ്മൾ ഒരു എക്സോസ്റ്റിൻ്റെ പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലൈറ്റിൻ്റെ പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ആ ഏരിയയിൽ വരുന്നത്. അതിൻ്റെ ഹൈറ്റ് നമ്മൾ ഈ ബോക്സിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 150 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് കൊടുക്കാനായിട്ട്. കാരണം വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ 150 വേണമെന്ന് നിർബന്ധമില്ല, 130 തൊട്ട് 150 ഇടയിൽ നമുക്ക് വയ്ക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. 130 താഴേക്ക് പോകാതിരിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ താഴേക്ക് ബോക്സ് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. പിന്നെ അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 മോഡുകളുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോക്സാണ് വെച്ചിരിക്കുന്നത്. 4 മോഡലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ തുരുമ്പ് പിടിക്കാത്ത ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റ് പോയിൻറ്റ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ആ വയറാണ് ജസ്റ്റ് വലിച്ച് കാണിച്ചാണ് നിങ്ങളെ. ആ വയർ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ പോയിൻ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സോസ്റ്റിൻ്റെ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന വയറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 വയറാണ് നമ്മൾ DBയിൽ നിന്ന് ഡയറക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. 2.5 റെഡ്, അതായത് റെഡ് ബ്ലാക്ക്, പിന്നെ വരുന്നത് 1.5 ഗ്രീൻ വയറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ലൈറ്റിൻ്റെ ന്യൂട്രൽ നമ്മൾ ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. ന്യൂട്രൽ കോമൺ ആയതുകൊണ്ട് നമുക്ക് ന്യൂട്രൽ ഈ ലൈറ്റിൻ്റെ ആ കോമണിലേക്ക് നമുക്ക് സാധാരണ വലിക്കുന്ന ഇതിലേക്ക് തന്നെ, അതായത് DBയിൽ നിന്നാണ് ന്യൂട്രൽ വരുന്നത്. അപ്പോൾ DBയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഇട്ടിരിക്കുന്നത്. ന്യൂട്രൽ നമ്മൾ വലിച്ചിരിക്കുന്നത് ബ്ലാക്ക് വയറാണ് വലിച്ചിരിക്കുന്നത്. റെഡ് നമ്മൾ 1.5 ഫേസ് ആയിട്ടാണ് വലിച്ചിരിക്കുന്നത്. 2.5 റെഡ് 2.5 ആണ് നമ്മൾ DBയിൽ നിന്ന് ഡയറക്റ്റായിട്ട് കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട 2.5 സ്ക്വയർ എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. വി ഗാർഡിൻ്റെ വയറാണ് നമ്മൾ വലിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ന്യൂട്രൽ വലിച്ചിരിക്കുന്നത് 2.5 വയറാണ് വലിച്ചിരിക്കുന്നത്. അത് നമ്മൾ ബൾബുകളുടെ ലീഡ് ആയതുകൊണ്ട് 1 സ്ക്വയറാണ് വലിച്ചിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊരു സർക്യൂട്ട് വലിക്കുന്ന സമയത്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത് എത്ര സ്ക്വയർ ആണ് വലിക്കുന്നത് അത്രയും സ്ക്വയർ ന്യൂട്രൽ റിട്ടേൺ പോകണം. കാരണം ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത് ഫേസ് ടു നേരെ ന്യൂട്രൽ ഇട്ട് നേരെ ഒന്ന് DB വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആകണമെങ്കിൽ എത്ര സ്ക്വയർ ആണ് വലിക്കുന്നത്. ഇപ്പോൾ 2.5 സർക്യൂട്ടാണ് വലിക്കുന്നതെങ്കിൽ 2.5 ന്യൂട്രലും ഫേസും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ 1.5 സർക്യൂട്ടാണ് വലിക്കുന്നതെങ്കിൽ 1.5 ഫേസ് ന്യൂട്രൽ വേണം. എർത്ത് നമുക്ക് കുറച്ചിട്ടാലും പ്രശ്നങ്ങളില്ല. എർത്ത് നമ്മളിപ്പോൾ സർക്യൂട്ട് വലിക്കുന്നത് 2.5 സർക്യൂട്ടിൽ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 1.5 എർത്താണ് കൊടുത്തിരിക്കുന്നത്. സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ എത്രയാണോ നമ്മൾ ഫേസ് എത്ര സ്ക്വയർ വലിക്കുന്നത് അത് തന്നെ അതേ സ്ക്വയർ തന്നെ ന്യൂട്രൽ വേണം. കാരണം ന്യൂട്രലും ഫേസും ഒരേ ഈക്വലൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സെയിം സർക്യൂട്ട് ആയതുകൊണ്ട് സെയിം സർക്യൂട്ട് റൊട്ടേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ലൈനും നമ്മൾ ഈ ബോക്സിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. വേസ്റ്റ് ലൈനും ഏറ്റവും താഴെ വേസ്റ്റ് ലൈനിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു 1.5 ഇഞ്ച് പൈപ്പോ ഒരു 2 ഇഞ്ച് പൈപ്പോ പുറത്തേക്ക് ട്രാപ്പ് കണക്ട് ചെയ്തിട്ടേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.